950 ഹിറ്റാണേ 10 കേരള പെണ്ണാണേ 950 ഹിറ്റാണേ 10 കേരള പെണ്ണാണേ. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? കൂട്ടുകാരെ, നമ്മള് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന കേരള PSC പരീക്ഷയ്ക്ക് ഒട്ടുമിക്ക എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ്. 10th +2 ലെവൽ എക്സാമുകൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ 4 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പാട്ട് പാടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊരു സബ്ജക്റ്റും നമ്മളത് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. നോക്കൂ, ഈ 3 ക്ലാസ്സും അതിന്റെ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അത് കാണുക. നിർബന്ധമായിട്ട് 3 ക്ലാസ് നിങ്ങൾ കാണേ, അതിനുശേഷം ഇത് കാണുക. നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 8ാം പഞ്ചവത്സര പദ്ധതി വരെ പഠിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയുക, ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. നോക്കൂ, 9 എന്ന് കേൾക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം. 950 പാട്. 950 ഹിറ്റാണേ 10 കേരള പെണ്ണാണേ 950 ഹിറ്റാണേ 10 കേരള പെണ്ണാണേ. എന്താടാ ഇങ്ങനെ പാടുമ്പോൾ ഗുണം? നോക്കൂ, PSC സ്ഥിരം ചോദിക്കുന്നതാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് കേൾക്കുമ്പോ അത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ 50 വർഷം തികഞ്ഞ സമയത്ത് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ വർഷം ഒന്നിങ്ങനെ കടന്നു വരണം. 47 50 കൊല്ലം 97. അപ്പൊ നിങ്ങൾ അഥവാ ഇനിയിപ്പോ വർഷം പെട്ടെന്ന് പരീക്ഷ കിട്ടിയില്ലെങ്കിലും ഈ ഒരു പോയിന്റ് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും. 97 2002. ഇനി അങ്ങോട്ട് 5 കൊല്ലം വെച്ച് കൂട്ടിയാൽ മതി. 9 10 11 12. അപ്പൊ നോക്കൂ, 97 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 50ാം വർഷത്തിലാണെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു ലക്ഷ്യം? മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഗ്രാമവികസനം. അതുകൊണ്ട് തന്നെ 50ാം വർഷം എന്ന് കേൾക്കുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകണം നമ്മള് കേട്ടോ. ആ പാട്ടിന് കൂടെ വേണം നിങ്ങൾക്ക് ഗ്രാമം കൂട്ടിച്ചേർക്കാം. അതുപോലെ തന്നെ ജനകീയ പദ്ധതി ഹിറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം അല്ലെ, വളരെ ഹിറ്റായ പോപ്പുലറായ ഈ പറയുന്ന 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നത് 9 ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഒന്നും പഠിക്കുന്നില്ല. PSC ഇതിനു മുമ്പ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം പറയാം. നോക്കൂ, 1997 ജൂൺ 1-ാം തീയതിയാണ് ഇന്ത്യയിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ജനകീയ പദ്ധതി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരില്ലേ, 1997 ജൂൺ 1 ഇന്ത്യയിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം തുടക്കം കുറിച്ചു. മക്കളെ നോക്കൂ, 1998 അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ 2 പോയിന്റുകൾ. ഒന്ന്, ഇന്ത്യയിലെ കുടുംബശ്രീ ആരംഭിച്ച വർഷമാണ് 98. മറ്റൊന്ന്, ഇന്ത്യ വീണ്ടും ആണവ പരീക്ഷണം നടത്തിയ വർഷമാണ് 98. 2 ഡേറ്റും നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കണം. 1998 മെയ് 11 13. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ മുൻ ക്ലാസ് കണ്ടവരാണെങ്കിൽ അതല്ല ഇത് അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തേ. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം ഏത് വർഷമായിരുന്നു വിത്ത് ഡേറ്റ്? രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ് നടന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇതാ നോക്കൂ, 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ 1998 മെയ് 11 13 തീയതികളിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ട് ഇന്ത്യ 2ാം ആണവ പരീക്ഷണം നടത്തുന്നു. ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നൊരു രഹസ്യനാമം ഉണ്ടായിരുന്നു. APJ അബ്ദുൽ കലാം ആയിരുന്നു ഈ ഒരു ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ അല്ലെ. ഇന്ത്യയിലെ മിസൈൽ മാൻ എന്ന് വിളിക്കുന്നത് APJ അബ്ദുൽ കലാമാണ്. അപ്പൊ ഈ ഒരു ആണവ പരീക്ഷണത്തിന്റെ മറ്റൊരു പേര് ഓപ്പറേഷൻ ശക്തി. നോക്കൂ, ബുദ്ധൻ ചിരിക്കുന്നു എന്ന് നമ്മൾ അന്ന് പഠിച്ചിരുന്നു ആദ്യ ആണവ പരീക്ഷണത്തിൽ. എന്നാൽ 2ാം ആണവ പരീക്ഷണം കൃത്യമായി പഠിക്കുക. AB വാജ്പേയി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ 2ാം ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് ആണവ പരീക്ഷണം നടത്തിയത്. മക്കളെ പഠിക്കൂ, കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ മലപ്പുറത്ത് വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. 1998 മെയ് 17. ചോദിക്കും, കുടുംബശ്രീ ദിനം എന്നാണ്. മെയ് 17 കുടുംബശ്രീ എവിടെ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്തു? മലപ്പുറത്ത് വെച്ചിട്ട് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 1998 മെയ് മാസം തന്നെയാണ്. രണ്ടും പഠിച്ചല്ലോ. നോക്കൂ, ഡിസംബർ 25 2000 നല്ല റൗണ്ട് സംഖ്യയല്ലേ. 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 2000. അന്ത്യോദയ അന്ന യോജന. നോക്കൂ, അന്ത്യോദയ അന്ന യോജന നമുക്കറിയാം. റേഷൻ കടയിൽ പോയ പല കാറ്റഗറിയിൽ നമുക്ക് അരിയൊക്കെ കിട്ടാറുണ്ട്.
അപ്പൊ അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അന്ത്യോദയ അന്ന യോജന ആരംഭിച്ച് ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയും കേട്ടോ. നമ്മൾ ഇന്ന് ഉൾപ്പെടെ പല പ്രോജക്റ്റുകളും പറയാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ IRDP കുറിച്ചൊക്കെ. അങ്ങനെ പല പ്രോജക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ക്ലാസ് മറ്റൊരു ക്ലാസ് ചെയ്യുന്ന കേട്ടോ. LDC ലെവൽ ക്ലാസ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. എല്ലാം സെറ്റാക്കി പഠിക്കാം. ഇപ്പൊ 2000 അന്ത്യോദയ അന്ന യോജന, 2000 അന്ത്യോദയ അന്ന യോജന. നോക്കൂ, നമ്മൾ 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോവുകയാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കുക. 9 ഇത്രയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. അപ്പൊ എന്താണ്? 950 ഹിറ്റാണ്, ഗ്രാമമാണ് മുഖ്യ ലക്ഷ്യം. 950 ഹിറ്റാണ്, ഗ്രാമമാണ് മുഖ്യ ലക്ഷ്യം. ഇനി എന്താ പറഞ്ഞത്? 950 ഹിറ്റാണ്. പിന്നെന്താ പാടിയ പാട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 10 കേരള പെണ്ണാണ്. ഇത് നമുക്കറിയാം. PSC പഠിക്കാത്ത ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊന്നൽ കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് 9 വേണമെങ്കിൽ പറയാം, കാരണം കുടുംബശ്രീ ഉൾപ്പെടെ വന്നല്ലോ. പക്ഷേ കേരള PSCയുടെ ആൻസർ ശ്രദ്ധിക്കണം നിങ്ങൾ. കേരള PSCയുടെ ആൻസർ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായ പദ്ധതി ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതുക 10 എന്താണ്? കേരള PSCയുടെ ആൻസർ പ്രകാരം സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായ പദ്ധതി ചോദിച്ചാൽ 10. അപ്പൊ അതാണ് 10 കേരള പെണ്ണാണ്. കേരള മോഡൽ പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ നമ്മൾ പഠിച്ചു, ആദ്യത്തേതാണ്. PC മഹല്ലോബിസ് നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെ മൻമോഹൻ മോഡൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കണം നിങ്ങൾ കേരള മോഡൽ. അതുകൊണ്ട് ആ പാട്ട് മറക്കരുത്. എന്താണ്? 10 കേരള പെണ്ണാണ്. കിട്ടിയോ? കേരള വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യം എന്താണ്? അവിടെ നമുക്ക് വേണമെങ്കിൽ കഥ പോലെ ആക്കാം അല്ലെ. സ്ത്രീകളെ കുറിച്ച് അവർ മൂലധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പാട്ട് പാടാം. ഇപ്പൊ ഞാൻ പാടിയ വരികളിൽ നമ്മൾ ടെലഗ്രാമിലെ പിള്ളേർക്ക് അതും പാടിക്കൊടുത്തിട്ടുണ്ട്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. കേരളം മൂലധനം ഓക്കെ. പെണ്ണുങ്ങള് മൂലധനം, കേരളം കൃത്യമായിട്ട് 10 എന്ന് പഠിച്ചേ. എല്ലാവരും പഠിച്ചേ. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 10ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ സ്ത്രീ ശാക്തീകരണം. 10 കേരള പെണ്ണാണ്. ഓക്കെ. ഇനി പുര വീട് എന്നൊക്കെ ഞാൻ പാട്ട് പാടി. പുരയിൽ വെച്ച് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് എന്നൊക്കെ പാടാം. ഇത് ആ പുരയല്ല. ഈ പുര ഏതാണ്? പ്രൊവിഷൻസ് ഓഫ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയ. നോക്കൂ, നമ്മുടെ നഗരങ്ങൾ അത്യാവശ്യം സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. പല ഗ്രാമങ്ങളും ആ സൗകര്യങ്ങളില്ല. പല നഗരങ്ങളെ പോലെ ഗ്രാമങ്ങളെ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശത്ത് വലിയ രൂപത്തിലുള്ള വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2004 കൊണ്ടുവന്ന പ്രോജക്റ്റാണ് പുര പ്രോജക്റ്റ്. പുര സ്കീം എന്താണ്? 2004 ഒരു വലിയ ദുരന്തം ഇന്ത്യയിൽ വന്ന വർഷമാണ് 2004. എന്താണ് ആ ദുരന്തം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അപ്പൊ ആലോചിക്കുക, സ്വാഭാവികമായിട്ടും ഗ്രാമങ്ങളെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി 2004 പുര പ്രോജക്റ്റ് വരുന്നു. 2004 പുര. എന്താ കാരണം കിട്ടിയല്ലോ? ഇതേ 2004 ഫുഡ് അല്ലെ. പുരയിൽ വെച്ച് ഫുഡ് കഴിച്ചാൽ വർക്കിന് പോകണം കുട്ടികളെ. കിട്ടുന്നുണ്ടോടാ? കിട്ടണം. അപ്പൊ നോക്കൂ, 2004 പുരയിൽ വെച്ച് ഫുഡ് കഴിച്ചാൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 പുര പ്രോജക്റ്റ് 2004. പുരയിൽ വെച്ച് ഫുഡ് കഴിച്ചാൽ വർക്കിന് പോകണം കുട്ടികളെ. നോക്കൂ, അടുത്തെന്താണ്? ആശമാരാണല്ലോ ആരോഗ്യത്തെ നോക്കേണ്ടത് അല്ലെ. ആശമാരാണ് ആരോഗ്യത്തെ സംരക്ഷിക്കുക അല്ലെ. ആരോഗ്യം അവരുടെ കൈകളിലാണെന്ന് ചിന്തിക്കുക. ആശ നോക്കൂ, ആശാ വർക്കർമാർ നമ്മുടെ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് വിളിക്കുന്ന. ഇപ്പൊ കേരളത്തിൽ വലിയ രൂപത്തിൽ അവർക്ക് എന്താ പറയാ, അവരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടത്തിയില്ല നമ്മുടെ ആശാ വർക്കർമാർ, ചേച്ചിമാർ. അപ്പൊ 2025 ഈ കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ 20 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഇപ്പോഴും പല ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്ത ആശമാർ 2005 ആലോചിക്കുക. 2005 ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. അപ്പൊ അത് രണ്ടും ഒരുമിച്ച് വന്ന് ചിന്തിച്ചു വെക്കാനുള്ള സിമ്പിൾ ആണല്ലോ. 2004 പുര, അതുപോലെ തന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം കിട്ടി. ഇതേ 2005 വാറ്റ്. അതാണ് നമ്മൾ പാടിയത്. എന്താണ്? വാറ്റ് കാച്ചലല്ല തൊഴിലുറപ്പ് ചേച്ചിമാരുടെ പണി. ഓക്കെ, അതങ്ങനെ തന്നെ പഠിക്കുക. ആ വാറ്റല്ല ഈ വാറ്റ്. ഇത് ടാക്സ്, മൂല്യവർദ്ധിത ടാക്സ് അല്ലെ. വാല്യൂ ആഡഡ് ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി. ഇന്ത്യയിൽ വാറ്റ് നടപ്പിലാക്കുന്നു 2005. ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ വരുന്നു 2005. ഇതെല്ലാം ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് വിവരാമില്ലേ കുട്ടികളെ ചോദിച്ചില്ലേ? വിവരാവകാശ നിയമം നിലവിൽ വരുന്നു 2005 ഒക്ടോബർ 12. 1 മാർക്ക് ഷുവർ ആണ് കേട്ടോ. നോക്കൂ, ഈ പറയുന്ന വിവരാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അത് ഏത് പഞ്ചവത്സര പദ്ധതി? 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ. മൂല്യവർദ്ധിത നികുതി വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. ഗ്രാമീണ ആരോഗ്യ മിഷൻ വന്നത് 10ാം പഞ്ചവത്സര പദ്ധതി. അതിൽക്കൊക്കെ മുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് നോക്കൂ, തൊഴിലുറപ്പ്.
ഇപ്പോ BBG റാംജി എന്ന പേരിലേക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാറി. അതുകൊണ്ട് തന്നെ ചോദിക്കും, കൃത്യം 20 വർഷങ്ങൾക്ക് ഇപ്പുറം 2005-ലായിരുന്നു എന്ത് വന്നത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത് അല്ലെ. പിന്നീട് അത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേരൊക്കെ മാറ്റുന്നതാണ്. ആ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്ത്? ഞാൻ കഴിഞ്ഞ ചോദിച്ചിരുന്നു. അത് ഫെബ്രുവരി 2 2006 അപ്പൊ 2006 ഈ പറയുന്ന 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് വന്നത്. അപ്പോൾ ഫുഡ് ഫോർ വർക്ക്, അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, വാറ്റ് നടപ്പിലാക്കി, അതുപോലെ തന്നെ വിവരാവകാശം വന്നു. ഇതൊക്കെ 10 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അവിടെ തൊഴിലുറപ്പ് നിയമത്തിന്റെ പേര് ഈ പറയുന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം NREGP. അതിനെ നമ്മൾ എന്താക്കുന്നുണ്ട്? മഹാത്മാഗാന്ധി എന്നുകൂടി ആഡ് ചെയ്തുകൊണ്ട് പുനർനാമകരണം ചെയ്ത് 2009 3 വർഷം കഴിഞ്ഞിട്ട് കേട്ടോ. 2009 ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞാണ്, ഈ പഞ്ചവത്സര പദ്ധതി കാലത്തല്ല. ഓക്കെ ആണേ. അപ്പൊ നമ്മൾ ഇതുവരെ അതുകൊണ്ട് ഞാൻ യെല്ലോ കളറിൽ കൊടുത്തത്. ഓക്കെ, അപ്പൊ 2006 തൊഴിലുറപ്പ് വന്നു എന്ന കാര്യം മറക്കണ്ട. ഇനി നമുക്ക് 11ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. 11 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യം ഇമ്പോർട്ടൻ്റ് ആണ്. 11 അവിടെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കേട്ടെ നിങ്ങളോട്. നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? മൗലാന അബ്ദുൽ കലാമിന്റെ ആസാദിന്റെ ജന്മദിനം. അത് നവംബർ 11 എല്ലാവർക്കും അറിയാം. നിങ്ങൾ എപ്പോഴും ചോദിച്ചാൽ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ നവംബർ 11 അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 11 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇനി വിദ്യാഭ്യാസം വേണം. എല്ലാ ജനങ്ങളുടെയും സമഗ്ര വികസനത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ മതി. ആലോചിച്ചാൽ മതി അല്ലെ. ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ പദ്ധതി എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ച 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെയാണ് അന്ന് പ്രസിഡന്റ് ആയിരുന്നത് അല്ലെ. അപ്പൊ ഓർത്തു വെച്ചേക്കുക, 2007 മുതൽ 2012 വരെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. എന്ത് വിളിക്കാൻ കാരണം എന്താടാ? 2009 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നോക്കൂ, വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഈ പറയുന്ന മൗലികാവകാശമാക്കുന്നു. നമ്മൾ ഭരണഘടനയുടെ ക്ലാസ്സിൽ വിശദമായി ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അത്തരത്തിൽ 2009-10 വന്ന ഈ നിയമം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ലക്ഷ്യം? മുഴുവൻ ജനവിഭാഗങ്ങളെയും സമഗ്ര വികസനം. 10ന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആലോചിച്ച് നോക്കുക. മൂലധന നിക്ഷേപം. 9ന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഗ്രാമീണ വികസനം. ഈ കുടുംബശ്രീ ഒക്കെ വന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഗ്രാമീണ വികസനം 9, 10 മൂലധനം, 9 ഗ്രാമീണം, 10 മൂലധനം, 11 എല്ലാവരുടെയും വികസനം കിട്ടണം. നോക്കൂ, 11ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഒരു സംശയം വേണ്ട. ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണല്ലോ. അന്ന് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും മണ്ഡൻ ഉപാധ്യക്ഷനുമായിരുന്നു. മണ്ഡനൊന്നുമല്ല, പഠിക്കാൻ വേണ്ടി പറയാണ്. മൻമോഹൻ സിംഗിന്റെ 11-12 കാലഘട്ടങ്ങളിലെ പഞ്ചവത്സര പദ്ധതി 11-12 ആ കാലഘട്ടങ്ങളിലെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ. പഠിച്ചോ അലുവ വാരിയൊന്നുമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ച പദ്ധതി. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ സമഗ്രമായിട്ടുള്ള മുഴുവൻ ജനങ്ങളും നന്നായിട്ട് വികസിക്കും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ല ഗ്രോത്ത് നാം ആലോചിക്കുക. 11 വിദ്യാഭ്യാസം, 11 നല്ല കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ മൊത്തം 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11 ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11 ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി. സെറ്റ് അല്ലേ? നല്ല കിടുക്കാച്ചി PDF ആണ് നമ്മുടെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങൾ വേറെ പല PDF കണ്ടില്ലേ? ഇത്തരത്തിൽ PDF സെറ്റാക്കി തരുമ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം, പഠിക്കാം. നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുത്ത് അവരോട് കാണാൻ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും കേട്ടോ. ലൈക്ക് ചെയ്യും ഇപ്പം തന്നെ ഇഷ്ടമായാൽ. 2007 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 11ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ കാലഘട്ടം 7-12 അല്ലേ? അതെ, ആ സമയത്താണ് ആം ആദ്മി ബീമാ യോജന. എന്താടാ? ആം ആദ്മി പാർട്ടി അല്ലേ? ഇതൊരു സ്കീമാണ്, ആം ആദ്മി ബീമാ യോജന. അസംഘടിത മേഖലയിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. ഇതായിരുന്നു. LICയും ഒക്കെ ചേർന്ന് പിന്നീട് ഇത് ലയിപ്പിക്കുന്നുണ്ട്. ഒരു 3 വർഷത്തിന് ഇപ്പുറം ഈ പ്രോജക്റ്റ് മാറ്റുന്നുണ്ട്. അപ്പൊ എന്തിനാണെങ്കിൽ അതിന്റെ ചരിത്രമൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു ആം ആദ്മി ബീമാ യോജന. ഇതേത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ 11 ആം ആദ്മി ബീമാ യോജന. എന്താണ് ആം ആദ്മി ബീമാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു സ്കീമാണ്.
ഇനി നിങ്ങൾക്കും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ആധാർ കാർഡില്ലേ, പ്രിയപ്പെട്ട ആധാർ കാർഡ്, ആധാർ ചേട്ടൻ എന്നാടാ വന്നത്? മൂപ്പര് വന്നത് 2009 മറക്കരുതേ, മാറരുതേ, 1 മാർക്ക്. തൊഴിലുറപ്പ് വന്നത് 2006 അത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെങ്കിൽ കേരള മോഡലാണ് 10. തൊഴിലുറപ്പ് വന്നത് 10. കേരളത്തിലെ ചേച്ചിമാരെ കുറിച്ച് ആലോചിച്ചു അല്ലെ, പുരയിലെ പാട്ട് ആലോചിച്ചു. 10 വരെ പാട്ടുള്ളൂ, 11 പാടുന്നില്ല ഞാൻ. ഇതും പാടാം, നിങ്ങൾ അഭിപ്രായം പറ. വേണമെങ്കിൽ അടുത്ത മാസം ഇതിന്റെ പാട്ട് പാടി ഷോർട്സ് ആക്കി അയക്കാൻ ഞാൻ. അപ്പോ ഇവിടെയും പാടാം, പക്ഷെ പാടണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് പാടാം എല്ലാവരും വിടുന്നത്. അപ്പൊ 2009 ആധാർ ജനുവരി മാസം 28-ാം തീയതിയാണ് ഇന്ത്യയിൽ ആധാർ വരുന്നത്. ആ ഡേറ്റ് വരെ പഠിച്ചു വെക്കണം. ആധാർ 2009 ജനുവരി മാസം 28, റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. നോക്കൂ, അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പദ്ധതിക്ക് തന്നെ പേര് വരാൻ കാരണമായ വിദ്യാഭ്യാസ അവകാശ നിയമം. നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, നിങ്ങൾ PSC പരീക്ഷയിലും ഏറ്റവും പ്രധാനപ്പെട്ട നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നു 2009 ആഗസ്റ്റ് 4. പണ്ടത്തെ PSC ആൻസർ ഇതായിരുന്നില്ല, പക്ഷേ SCERT പുതുതായിട്ട് മാറ്റിയിട്ടുണ്ട്. SCERT മാറ്റിയത് കൊണ്ട് തന്നെ ഒറിജിനൽ ആൻസർ ആഗസ്റ്റ് 4 ഇതാണ് ഇനി ചോദിക്കുക, കേട്ടല്ലോ. അപ്പൊ 2009 ആഗസ്റ്റ് 4 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി. എന്നാൽ ഇത് നിലവിൽ വന്നത്, നോക്കൂ, ഈ പറഞ്ഞ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് കെയിം ഓൺ എഫക്ട് എന്നാണ്. അത് ഏപ്രിൽ 1. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-നാണ്. ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയ ക്ലാസ് ആണ്. എക്കണോമിക്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പഞ്ചവത്സര പദ്ധതി. അപ്പൊ സാമ്പത്തിക വർഷ തുടക്കത്തിൽ ഞാൻ എടുക്കുന്നു, നിങ്ങൾ പഠിക്കുക 2010 ഏപ്രിൽ 1-ാം തീയതി ഈ പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നു. പഠിച്ചോ, ഇമ്പോർട്ടന്റ് അല്ലേ? ഇതേ 2010 പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. ആദർശ് എന്ന പേരുള്ള ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടോടാ? ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ആദർശ് ഗ്രാം, ആദർശിനെ ഞാൻ ആലോചിക്കുക, എൻ്റെ ഫ്രണ്ട് ആദർശ് ഉണ്ട്, അവനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ആലോചിക്കുക പട്ടികജാതി വിഭാഗങ്ങൾ, SC മേഖല, ഗ്രാമമേഖലകൾ, SC ജനവിഭാഗം 50% കൂടുതലുള്ള ഗ്രാമമേഖലകളെ ഉയർത്തിക്കൊണ്ടുവരിക, അവിടുത്തെ വികസനം, അവിടുത്തെ സമഗ്രമായ മാറ്റം, അതിനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. ഇന്ത്യയില് പട്ടികജാതി വിഭാഗങ്ങൾ, SC വിഭാഗങ്ങൾക്കുള്ള ഒരു പദ്ധതിയാണ് 2010 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം PMAGY എന്ന് പറയുന്ന പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന. നോക്കൂ, നമ്മൾ തൊഴിലുറപ്പിനെ കുറിച്ച് നേരത്തെ പഠിച്ചു. തൊഴിലുറപ്പ് 2006 വന്നു. മഹാത്മാഗാന്ധി എന്ന പേര് 2009 ഇട്ടെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ നഗരങ്ങളിൽ, ഇപ്പൊ ഗ്രാമങ്ങളിലാണ് തൊഴിലുറപ്പ്, എന്നാൽ നഗരപ്രദേശങ്ങളിൽ തൊഴിലുറപ്പിന് അതിൻ്റെതായ പരിമിതികളുണ്ട്, പറമ്പ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേരളത്തിലുള്ള പേര് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതി എന്നാണ്. അയ്യങ്കാളിയുടെ പേരിലാണ് നഗരങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത്. ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2006 2010 ഓഗസ്റ്റ് 28. മക്കളെ, നമുക്കറിയാം ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഗുരു ജനിക്കുന്നത് അല്ലെ. ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി ജനിക്കുന്നത്. ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിക്കുന്നത്. വർഷം നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് 3 കമന്റ് ചെയ്തേ. എന്റെ ടെലഗ്രാമിലെ പിള്ളേർ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം. ഞാൻ 100 തവണ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് അല്ലെ. 1853 ആരാണെന്ന് ഞാൻ പറയുന്നില്ല. 1856 ആരാണെന്ന് ഞാൻ പറയുന്നില്ല. 1863, 53, 56, 63 എന്നീ വർഷങ്ങളിൽ ഓഗസ്റ്റ് 20, 25, 28 3 മഹാന്മാർ ജനിച്ചതാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ഓഗസ്റ്റ് 28 2010 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേരാണെങ്കിൽ നഗരങ്ങളിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് പദ്ധതി എന്നാണ് പേര്. പഠിച്ചു വെക്കണം, കൃത്യമായി പഠിക്കുക. 2011 രാജീവ് ആവാസ് യോജന നടപ്പിലാക്കുന്നത്. നോക്കൂ, ആം ആദ്മി ബീമാ യോജന ഇൻഷുറൻസ്, പ്രധാനമന്ത്രി ആദർശ് ഗ്രാം യോജന SC വിഭാഗം അല്ലെങ്കിൽ പട്ടികജാതി ഗ്രാമങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. രാജീവ് ഗാന്ധി അല്ലെങ്കിൽ രാജീവ് ആവാസ് യോജന എന്ന് പറഞ്ഞാൽ ചേരികൾ. ഇന്ത്യയിൽ ഒരുപാട് ചേരി കോളനി പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങളിലെ വികസനമാണ് രാജീവ് ആവാസ് യോജന 2011 മറക്കണ്ട. രാജീവ് ആവാസ് യോജന നടപ്പിലാക്കി. കൃത്യമായി കിട്ടണം. നമ്മുടെ ഗാഡ്ഗിൽ അല്ലെ, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 2011. ഓർത്തു വെക്കാൻ പറ്റുന്നില്ലേ? അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ആരംഭിച്ച 2011-നാണ്. അത് ഞാൻ ചുമ്മാ പറഞ്ഞാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടന്നതും അതുപോലെ തന്നെ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് സമർപ്പിച്ച 2011-നാണ് രാജീവ് ആവാസ് യോജന നടപ്പിലാക്കിയത്. ക്ലിയർ ആണ്? നമുക്ക് 12-ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് പോകാം. ഇച്ചിരി സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്ലോ ആയിട്ട് കേട്ടോളൂ. യൂട്യൂബിൽ ഓപ്ഷൻ ഉണ്ട്, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. 2007 ആം ആദ്മി ബീമാ യോജന, ആധാർ കാർഡ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഓഗസ്റ്റ് 4 പാസ്സാക്കി.
ഏപ്രിൽ 1 നിലവിൽ വന്നു. 2010 ആദർശ് ഗ്രാം യോജന, 2011 രാജീവ് ആവാസ് യോജന, 2010 നമ്മുടെ അയ്യങ്കാളിയുടെ തൊഴിലുറപ്പ്. ക്ലിയർ ആണോ? നോക്കൂ, 12ാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും അവസാനത്തെ. അപ്പൊ സ്വാഭാവികമായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അല്ലേടാ പിള്ളേരെ? പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൻമോഹൻ സിംഗ് ആണ് ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. അവിടെ 12ാം പഞ്ചവത്സര പദ്ധതി 12 മുതൽ 17 വരെ. ഇതിനിടയിൽ മൻമോഹൻ താഴെ പോകുന്നു. 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നു. മാറ്റങ്ങളുടെ ഒരു പ്രളയമാണ് അല്ലെ? വലിയ മാറ്റം. UPA സർക്കാർ താഴെ വെക്കുന്നു. NDA അധികാരത്തിൽ വരുന്നു. പഠിച്ചു വെക്കുക, ഇഷ്ടപ്പെടുക. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരുന്നത് മോദിജിയല്ല, അത് 2013 ഓർമ്മയില്ലേ? KV തോമസ് മാഷക്കായിരുന്നു ഒന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പഠിച്ചു വെക്കുക. 2014 മുതലാണ് മോദി വരുന്നത് അല്ലെ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് അടിപൊളി പ്രോജക്റ്റ് ഉണ്ടാണോ? ടക്കടക്കേന്ന് പഠിച്ചു പോരുക. കോടാക്കം വേണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലെ? നമ്മളെ ഏറ്റവും അഭിമാനമായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. മെയ്ക്ക് ഇൻ ഇന്ത്യ ആ പദ്ധതി ആരംഭിച്ചു 2014 സെപ്റ്റംബർ 25 പഠിച്ചോ? 2014 സെപ്റ്റംബർ 25 മെയ്ക്ക് ഇൻ ഇന്ത്യ. 2014 നമ്മൾ അല്ലെ വൃത്തിയുള്ള രാജ്യമാക്കി മാറ്റുക. സ്വച്ഛ് ഭാരത് അഭിയാൻ. 2014 സ്വച്ഛ് ഭാരത് അഭിയാൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മോദിജി ഗാന്ധി ജയന്തി ദിനത്തിൽ ഇന്ത്യക്കാർക്ക് നൽകിയ സമ്മാനമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ. മെയ്ക്ക് ഇൻ ഇന്ത്യ, ജൻധൻ യോജന. മോദിജിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതാ അക്കൗണ്ട് അല്ലെ? ഈ പറഞ്ഞ ഗ്രാമങ്ങളിൽ നമ്മുടെ കേരളം വിട്ടേക്ക് നിങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ ഇവിടെ നിന്നും ബാങ്കോ അക്കൗണ്ടോ എന്താണെന്ന് അറിയാത്ത ജനങ്ങൾക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ട് നൽകുന്നു. പണം കിട്ടിയോ ഇല്ലെന്ന് വേറെ വിഷയം, അത് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന, സ്വച്ഛ് ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇതെല്ലാം 2014 മിഷൻ ഇന്ദ്രധനുഷ്. അത് പലർക്കും അറിയില്ല, പഠിച്ചു വെക്കണം. വാക്സിനുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ വാക്സിനുകളുമായി ബന്ധപ്പെട്ട ഒരു വലിയ യത്നം, ആ ഒരു പ്രോജക്ട് സ്കീമായിരുന്നു മിഷൻ ഇന്ദ്രധനുഷ്. ഇതിന്റെ 2.0 പുതിയ വേർഷൻസ് ഉണ്ട്. അപ്പൊ മിഷൻ ഇന്ദ്രധനുഷ് സ്റ്റാർട്ട് ചെയ്തത് 2014 വാക്സിനുമായി ബന്ധപ്പെട്ട് കേട്ടോ, കുത്തിവെപ്പുമായി ബന്ധപ്പെട്ട്. അപ്പൊ മിഷൻ ഇന്ദ്രധനുഷ്, പ്രധാനമന്ത്രി ജൻധൻ യോജന, സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ. നോക്കൂ, അവസാനമായിട്ട് 2015 പിറ്റേത്തെ വർഷം എത്തിയപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊരു പ്രോജക്ട് പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. നീതി ആയോഗ്, നമുക്കറിയാം ആസൂത്രണ കമ്മീഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് അങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് ആസൂത്രണ കമ്മീഷന് പകരം പുതിയൊരു സംവിധാനം ഇന്ത്യയിൽ വരികയാണ്. എന്ന് വെച്ചാൽ പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ ഒഴിവാക്കി പുതിയ സംവിധാനം വന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. കൃത്യമായി പഠിക്കണം. എന്റെ ചോദ്യം ഇതാണ്, നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കറിയാലോ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരായിരുന്നു? നിലവിലുള്ളത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയും. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നില്ല, ഭാവിയിൽ ഇത് കേൾക്കുന്നവർക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ ഞാൻ പറയില്ല. പക്ഷെ ഇത് നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് എല്ലാവർക്കും അറിയാം, പ്രിലിംസ് 10th +2 പ്രിലിംസിനൊക്കെ ചോദ്യമാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനും നീതി ആയോഗിന്റെ ആദ്യത്തെ CEOയും. നിങ്ങൾ കമന്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്തോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചെക്ക് ചെയ്താൽ മതി, കമന്റ് ബോക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നീതി ആയോഗ് രൂപീകരിച്ചു, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആരംഭിച്ചു. നോക്കൂ, മുദ്ര ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ മാസം 8 കേട്ടോ, 2015 ഏപ്രിൽ 8 മുദ്ര ബാങ്ക്. ഈ പറയുന്ന എന്താ പറയാ ഒരു വ്യവസായം സംരംഭം ആരംഭിക്കാനുള്ള ലോണുമായി ബന്ധപ്പെട്ട മുദ്ര ബാങ്ക് 2015 ഏപ്രിൽ 8. 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. 2015 ജൂലൈ 1 കൃത്യമായിട്ട് വർഷം പഠിച്ചേ. ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ. മെയ്ക്ക് ഇൻ ഇന്ത്യ 2014, ഡിജിറ്റൽ ഇന്ത്യ 2015. തെറ്റിക്കരുത്. ആദ്യം മെയ്ക്ക് ഇൻ ഇന്ത്യ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യ. 2015 ഡിജിറ്റൽ ഇന്ത്യ, 2015 മുദ്ര ബാങ്ക്, 2015 നീതി ആയോഗ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൽക്കാലം നമ്മള് ക്ലാസ് നീണ്ടു പോകുന്നുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. മക്കളെ, SCERT ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ച 4 ക്ലാസ്സുകളിലെയും പഞ്ചവത്സര പദ്ധതിയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ SCERTയിലെ കുറച്ച് കണ്ടന്റ്, ഇത് നമ്മൾ SCERT ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ട് യൂട്യൂബിൽ. ആ ക്ലാസ്സിനകത്തുണ്ട്. ഇവിടെ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ചോദിച്ചുകൊണ്ട്, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് 1950 മാർച്ച് 15 എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്നുകൂടി പഠിക്കുക. 1950 മാർച്ച് 15. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതികൾ
ഒന്ന് കൃഷിയായിരുന്നു, 51 മുതൽ 56 വരെയായിരുന്നു കാലയളവ്. 2 വ്യവസായമായിരുന്നു, 56 മുതൽ 61 വരെയായിരുന്നു കാലയളവ്. 61 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, മൂന്നാമത്തെ പദ്ധതി. 4 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ, ഇന്ദിരാഗാന്ധി വരുന്നു, ഒരു ട്രിപ്പ് പോകുന്നു. ക്ലാസ് കാണണം പിള്ളേരെ, ഞാൻ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? യെസ്. ദെൻ 69, 74 4 സ്ഥിരതയോടുകൂടിയ വളർച്ച. ദെൻ നോക്കൂ 5 പൂർത്തീകരിക്കാത്ത പഞ്ചവത്സര പദ്ധതി. അപ്പൊ നിങ്ങൾ അവിടെ 74 മുതൽ 78 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും റാങ്ക് ഫയല്. അത് ശരി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ 1978 എന്ന് പഠിച്ചിട്ടുണ്ടാവും, അത് ശരിയാണ്. 79 എന്നും പറയാം, പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് 78 പറയുന്നത്. കാരണം 1978 മുതൽ 80 വരെ എന്താണ്? റോൾ എടുക്കുന്നു. മൊറാർജി ദേശായി വരുന്നു. എന്നിവരൊക്കെ വലിയ പരാജയം നേരിടേണ്ടി വരുന്നു. മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നു. റോളിംഗ് പ്ലാൻ ഗുണ്ണാർ മിർദാൽ 78 80. അതുകൊണ്ടാണ് ഞാൻ 78 ഇവിടെ മാറ്റി എഴുതിയത്. 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദെൻ 6ാം പഞ്ചവത്സര പദ്ധതി. വീണ്ടും ആര് വരുന്നു? ഇന്ദിരാഗാന്ധി ഈ പറയുന്ന 4 വരുന്ന സമയത്ത് 69 ബാങ്ക് ദേശസാൽക്കരിക്കുന്നുണ്ട്, ഓർമ്മയില്ലേ? 69 വീണ്ടും 80 വരുന്നു, വീണ്ടും ബാങ്ക് ദേശസാൽക്കരിക്കുന്നു. ആദ്യം 14 ബാങ്കുകൾ, പിന്നീട് 6 ബാങ്കുകൾ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് 6ാം പഞ്ചവത്സര പദ്ധതി. പിന്നീട് മകൻ രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയാം 84 മരണപ്പെട്ടു പോവുകയാണ്. അപ്പൊ 85 അവസാനിക്കുമ്പോൾ രാജീവ് ആയിരുന്നു 6. 7 എത്തുന്നു, 7 അവിടെയും രാജീവാണ്. 7ന്റെ ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണം. രാജീവ് ഗാന്ധി ചെറുപ്പക്കാരല്ലേ? തൊഴിലവസരങ്ങളുടെ വലിയ വർധനവ് രാജീവ് ഗാന്ധി. 6നെ കുറിച്ച് പറഞ്ഞില്ല, കാർഷിക വ്യാവസായിക മേഖലകളുടെ ഉയർച്ചയാണ് 6. ദെൻ 8ലേക്ക് പോയി കഴിഞ്ഞാൽ 8 മാനവശേഷി വികസനമാണ്. മാനവശേഷി വികസനം. നമ്മുടെ LPG എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇല്ലേ? എന്താ പ്രോജക്റ്റ്? LPG ഉദാരവൽക്കരണ നവ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ. PV നരസിംഹറാവുവിന്റെ കാലഘട്ടം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതാണ് LPG. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന 8ാം പഞ്ചവത്സര പദ്ധതി മാനവശേഷി വികസനം. ഇതിനിടയിൽ 90 ശേഷം ഒരു ബ്രേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 90 ശേഷം. അപ്പൊ 90 മുതൽ 92 വരെ എന്തായിരുന്നു? വാർഷിക പദ്ധതിയായിരുന്നു. വാർഷിക പദ്ധതി. ആദ്യം പ്ലാൻ ഹോളിഡേ, പിന്നീട് റോളിംഗ് പ്ലാൻ, പിന്നീട് വാർഷിക പദ്ധതി. പിന്നീട് 97 മുതൽ അങ്ങോട്ട് കറക്റ്റ് 5 നമ്മൾ ഇപ്പം പഠിച്ചു അല്ലേ? 97 മുതൽ 2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകാസൂത്രണവും. 2002 മുതൽ 2007 മൂലധന നിക്ഷേപം 10. മുഴുവൻ ജനങ്ങളുടെയും സമഗ്ര വികസനം 2007 മുതൽ 2012 വരെ 11. സുസ്ഥിര വികസനം 2012 മുതൽ 2017 വരെ. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇനി നമ്മൾ പഠിക്കാത്ത ഈ 4 ക്ലാസ്സുകൾ നമ്മൾ പറയാത്തത് ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും കൈവരിച്ച നേട്ടം. നമ്മൾ പ്രതീക്ഷ ഇത്ര ലക്ഷ്യമായിരുന്നു നമ്മൾ നേടാൻ എന്താ പറയാ ആഗ്രഹിച്ചത്, പക്ഷേ നമുക്ക് കിട്ടിയത് ആക്ച്വൽ ഗ്രോത്ത് ഇത്രയാണ് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യുക? നിങ്ങളുടെ പുസ്തകത്തിലും റാങ്ക് ഫയലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 6ഉം 7ഉം 8 പറയുമ്പോൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പേജോ വെച്ചിട്ട് പഠിക്കുക. ഇതൊരു ഹോംവർക്കാണ്, ഞാനിത് പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഫസ്റ്റ് 3.6 ആണ്, 2 4.2 ആണ്, 3 2.8 ആണ്, 4 3.3 ആണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം 8 ആണ്. ഇതൊക്കെ രസകരമായി നമ്മൾ ടെലഗ്രാമിൽ ഒരിക്കലും പഠിപ്പിച്ചിരുന്ന പിള്ളേരെ, അവർക്കത് പക്ഷേ ഓർമ്മയുണ്ടാവും. ഓർമ്മയില്ലാത്തവർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, നിങ്ങളിത് പഠിച്ചെടുക്കുക. ഹോംവർക്കാണ്. യെസ്. ഞാനൊരു 5 ചോദ്യം ചോദിക്കും, പോകരുത് നിങ്ങൾ. 5 ചോദ്യം ചോദിക്കും, ഇതിന് ഉത്തരം നിങ്ങൾ 1 2 3 4 5 എന്ന് പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ക്ലാസ് കണ്ടിട്ട് ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന ഏതാണ്? ഇത് ഞാൻ ആൻസർ ടിക്കറ്റ് അല്ല കേട്ടോ, അത് നിങ്ങൾ തൽക്കാലം വിട്ടേക്ക്, ആൻസർ അല്ല. 7 8 9 10. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര. മൂന്നാമത്തത് ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം. ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ കമന്റ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് ചോദ്യം നോക്കിയിട്ട് കമന്റ് ചെയ്യാം. അടുത്ത 4 ഇത് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് കമന്റ് ചെയ്യാം. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പദ്ധതി. കേരള വികസന മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി. ഇത് 5ഉം PYQ ആണ്. കേരള PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച 5 ചോദ്യങ്ങളാണ്. 5ഉം നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.